ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വെറൈറ്റി ബിരിയാണിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ചിക്കൻ നന്നായി വാഷ് ചെയ്തിട്ട് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1.5 kg ചിക്കനാണ്. അത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് വേവിച്ചിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അതിന് ഞാനിവിടെ മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മുളക് പൊടി അതൊരു 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കാശ്മീരി ചില്ലി ഒരു 2 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ഇതിലോട്ട് വിനെഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ വിനെഗറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലോട്ട് ഞാൻ ഉപ്പ് നേരിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. അത് വെള്ളത്തിൽ നമ്മൾ ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ ഇപ്പോൾ ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനും സ്റ്റോക്കും ഒന്ന് മാറ്റിയെടുക്കണം. എന്നിട്ട് ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഞാൻ പാൻ വെച്ച് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഞാൻ കാഷ്യൂനട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നതിൻ്റെ തൊട്ട് മുന്നേ തന്നെ നമുക്ക് കുറച്ച് കിസ്മിസും കൂടെ ആഡ് ചെയ്തിട്ട് രണ്ടും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കണം. ഒരുവിധം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. കിസ്മിസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് തന്നെ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു 3 മീഡിയം സൈസ് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് എന്നിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇത് മാറ്റി വെച്ച് ഇതേ എണ്ണയിൽ തന്നെ നമുക്കിനി ചിക്കൻ മാറ്റി വെച്ചതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഉള്ളിയെല്ലാം മാറ്റി ഞാൻ ചിക്കൻ ഇതിലോട്ട് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഫ്രൈ എടുത്താൽ മതിയാവും. ഇത് ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചതാണല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ 2 സൈഡും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല കൂടെ ഒന്ന് റെഡിയാക്കണം. അതിന് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 8 സവോള അത് നന്നായി ചോപ്പ് ചെയ്ത് വെച്ചതാണ്, അത് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. പെട്ടെന്നൊന്ന് വാടി വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇപ്പോൾ ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് അതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി വെച്ചത് ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് റോസ് സ്മെല്ലെല്ലാം മാറി വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി ആ റോസ് സ്മെല്ലെല്ലാം ഒന്ന് മാറി വരണം. അപ്പം നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം.
ഇപ്പോൾ ആ റോസ് മില്ലെല്ലാം മാറി വന്നപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനിപ്പോൾ ഒരു 4 തക്കാളി അതൊന്ന് പേസ്റ്റാക്കി വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മിക്സിയിൽ നന്നായി പേസ്റ്റാക്കി എടുത്തതാണ്. നമ്മുടെ കറിക്ക് നല്ല റോസ്റ്റിന് നല്ല തിക്നെസ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേസ്റ്റാക്കി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വെന്ത് വരാനും ഈസിയാണ്, പെട്ടെന്ന് അത് റെഡിയായി വന്നോളും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി സെറ്റായി വരണം. ജസ്റ്റ് നമുക്ക് വേണമെങ്കിൽ 2 മിനിറ്റ് വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ചാൽ പെട്ടെന്ന് അത് സെറ്റായി വരും. ഇപ്പോൾ ഉള്ളി തക്കാളി എല്ലാം നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനിപ്പോൾ മുളക് പൊടി ഒരു കാശ്മീരി ചില്ലി പൗഡറാണ് 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അതും കൂടെ ചേർത്തൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ മസാലയുടെ റോസ് സ്മെല്ലെല്ലാം ഒന്ന് മാറി വരണം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇനി നമുക്കതിലേക്ക് റോസ് മില്ലെല്ലാം മാറി വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിച്ചെപ്പും പുതിനയും കൂടെ അരിഞ്ഞു വെച്ചതിൽ നിന്ന് ഒരു ഹാഫ് കപ്പ് ഇതിലിട്ട് കൊടുക്കാം. ഇനി ഇതും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി മാറ്റി വെച്ച ചിക്കൻ സ്റ്റോക്കും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡയറക്റ്റ് ഇത് ഫ്രൈ ചെയ്തിടുമ്പോൾ ഇത്രയും ടേസ്റ്റ് വരില്ല. ഇതിലിപ്പോൾ സ്റ്റോക്കും വരുന്നുണ്ട്, പിന്നെ നമ്മൾ ഫ്രൈഡ് ചിക്കൻ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റോക്കെല്ലാം ചേർത്ത് നന്നായി എല്ലാം മസാല എല്ലാം ബോയിലായി വന്നു. കുറച്ചുകൂടെ ഉപ്പ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു. കുറച്ച് ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിപ്പോൾ എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. മസാലയെല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്രൈഡ് ചിക്കൻ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ ചേർത്തിട്ട് നന്നായി മസാലയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം നന്നായി ചിക്കനിൽ മിക്സായി പിടിച്ച് വരണം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. ഇപ്പം നന്നായി എല്ലാം ജോയിനായി വന്നിട്ടുണ്ട്. ഈ സമയം ഞാനൊരു ഗരം മസാലപ്പൊടിയും പെപ്പറും കൂടെ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചതാണ്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. എന്നാലും ഒന്ന് ഇളക്കി നല്ല മിക്സ് ചെയ്തൊന്ന് മൂടി വയ്ക്കുക. ഒരു 2 മിനിറ്റ്സ് മൂടി വെച്ചാൽ ഇങ്ങനെ വരും. അപ്പം നന്നായി എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല നമ്മുടെ ടേസ്റ്റി മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് സെറ്റാക്കി എടുക്കാം. കുക്കർ വെച്ച് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കണം. ഗീയുടെ കൂടെ കുറച്ച് ഓയിലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തീരെ സ്റ്റിക്കിനെസ് വരാതിരിക്കാനാണ്. ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അരി ജീര റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിക്കിനെസ് വരാതിരിക്കാൻ കുറച്ച് ഓയിലും കൂടെ ഗീയുടെ കൂടെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇപ്പോൾ എല്ലാം നന്നായി ചൂടായി വന്നപ്പോൾ നമ്മൾ ഗരം മസാല കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെല്ലാം നന്നായി ഒന്ന് മൂത്ത് വരണം. ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഞാനൊരു ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാൻഡ്ഫുൾ ഓഫ് ഒരു കൈ നിറയെ ഗ്രീൻ പീസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് എടുത്താൽ മതി. ഞാൻ ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത്തിരി ആഡ് ചെയ്തതാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കിലോ ജീര റൈസാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് വരും. സ്റ്റിക്കിനെസ് ഇല്ലാതെ നല്ല കറക്റ്റായിട്ട് വരും. റൈസ് ഇപ്പം ഞാനിതിൽ കുറച്ച് നേരം കുതിർത്ത് വെച്ച റൈസാണ്. അത് വാർത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ഹാഫ് ലെമൺ കൂടെ ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന്
ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുക്കർ മൂടി വെച്ചിട്ട് നമ്മൾ ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുത്ത് അരിയാണത്. നല്ല കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ഒരു വിസിൽ വന്നിട്ട് നന്നായിട്ട് എയർ പോയിട്ടാണ് തുറന്ന് നോക്കിയിട്ടുള്ളത്. കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടെ ഇതിലിനി ചേർത്ത് കൊടുക്കുകയാണ്. അതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ സ്റ്റിക്കിനെസ് വരാതിരിക്കാനാണ്. കുറച്ച് കാഷ്യൂ കിസ്മിസും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഹാഫ് ഇപ്പം ഇട്ട് കൊടുക്കാം, ഹാഫ് നമുക്ക് റൈസ് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇട്ട് കൊടുക്കാനാണ്. എന്നിട്ട് എല്ലാം കൂടെ ഗീയും കൂടെ അതിൽ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ റോസ് വാട്ടറിൽ ആഡ് ചെയ്ത് വെച്ച കുറച്ച് മഞ്ഞൾപ്പൊടി അത് ചേർത്ത് കൊടുത്ത ഒരു കളർ കിട്ടാനാണ് നമ്മൾ അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെപ്പോഴും റൈസ് വേവിച്ച അപ്പം തന്നെ ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റണം. അപ്പോൾ ഓവർ കുക്കായി പോവാതിരിക്കാനാണ്. ഇപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡെലീഷ്യസ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസ് ഇടാനും മറക്കരുത്. താങ്ക് യു.